ഏർവാടി ഷെയ്ഖ് ഒരാളുടെ ശരീരത്തിൽ കയറി നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകി. അതുപോലെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നാഗൂർ ഷെയ്ഖ് അതേ ശരീരത്തിൽ കയറി അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ വരും എന്നുള്ളത്. അതുപോലെ മരണപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാള് അയാളുടെ ഒരു ബന്ധുവിൻ്റെ ശരീരത്തിൽ കയറി അയാൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെയും ഇങ്ങനെ പറഞ്ഞു. അതിൽ ഭയപ്പെടുത്തുന്നതും അല്ലാത്തതുമൊക്കെ ഉണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത്തരത്തിലുള്ള റൂഹാനി ശല്യം എന്താണ് എന്നതാണ്. യഥാർത്ഥത്തിൽ മരിച്ചുപോയവരുടെ ആത്മാവ് അത് ശരീരത്തിൽ കയറുകയില്ല. ആത്മാവ് എന്ന് പറയുമ്പോൾ റൂഹാണ്. ആ റൂഹ് മരണപ്പെട്ടു കഴിഞ്ഞാൽ നല്ലവരുടെ ആത്മാക്കളാണെങ്കിൽ അല്ലാഹു തആല ഇല്ലിയീനിലും, മോശപ്പെട്ടവരുടെ ആത്മാക്കളാണെങ്കിൽ സിജ്ജീനിലും. നല്ലവർ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇബാദത്തും കാര്യങ്ങളുമൊക്കെ ചെയ്ത് അതിൽ തന്നെ മഹാന്മാരും സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുമൊക്കെ പെടും. ഏർവാടി ഷെയ്ഖ് കയറി എന്ന് പറയുന്നത് ഈ ഇല്ലിയീനിൽ ഉള്ള മഹാന്മാരുടെ ഔലിയാക്കന്മാരുടെ അർവാഹുകൾ അവർക്ക് വേണ്ടി മൗലുദും ഫാത്തിഹയും ഒക്കെ ഓതുമ്പോൾ അവരുടെ സഹായം നമുക്ക് ലഭിക്കും എന്നതിൽ തർക്കമില്ല. അങ്ങനെ സഹായം നമുക്ക് ലഭിക്കുന്നത് മറ്റൊരാളുടെ ശരീരത്തിൽ കയറി അവർ സഹായിക്കും എന്നല്ല, അല്ലാതെ തന്നെ അവർ നേരിട്ട് നമ്മെ സഹായിക്കും. മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ദുഷിച്ച ശരീരവും ആത്മാവും അടങ്ങുന്ന അതിലേക്ക് അവർ കടക്കാൻ ഒരിക്കലും തന്നെ ആഗ്രഹിക്കില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, പിശാചുക്കൾ, ശൈത്താന്മാർ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി അവർക്ക് സൗകര്യപ്രദമായ ശരീരങ്ങളിൽ അവരുടെ ആവാസ വ്യവസ്ഥ അവർ സ്ഥാപിക്കുകയും അങ്ങനെ കയറിയിട്ട് ഏതെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും വിശ്വസിക്കൂല. അതിനുവേണ്ടി അവർ കണ്ടെത്തുന്ന മാർഗമാണ് മഹാന്മാരുടെ നാമങ്ങളും അവരുടെ സംസാര ശൈലിയും എല്ലാം. അതൊക്കെ അനുകരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ അവർ വന്നുകൊണ്ട് പറയുന്നത് ശുദ്ധമായ കളവാണ്. അതൊരിക്കലും തന്നെ ഏർവാടി ഷെയ്ഖിൻ്റെയോ അല്ലെങ്കിൽ നാഗൂർ ഷെയ്ഖിൻ്റെയോ ഒന്നും ആത്മാക്കളല്ല. പിന്നെ പിശാചുക്കളായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് സത്യമാവാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം ചെന്നെത്തുന്നത് വലിയ അബദ്ധത്തിലേക്കായിരിക്കും. ഒരു പ്രാവശ്യം വിശ്വസിച്ച് അവരുടെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളും അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങളുമൊക്കെ അവർ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ പ്രശ്നത്തിൽ നിന്നും നമുക്കൊരു മോചനം ഉണ്ടാവൂല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒന്ന് കഴിഞ്ഞാൽ അതിനു പുറമെ ഒന്ന്, അതിനു പുറമെ ഒന്ന്, അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ അവരാ ശരീരങ്ങളിൽ കയറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി മഹാന്മാരുടേതല്ലാത്ത മറ്റാത്മാക്കളുടെ ഗതിയും ഇതുപോലെ തന്നെയാണ്. മരണപ്പെട്ടു പോയ ആരുടെയെങ്കിലും ഒരാളുടെ റൂഹ് ശരീരത്തിൽ കയറിയിട്ട് അയാളിങ്ങനെ വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് തുള്ളുന്നതും ആടുന്നതും ഒക്കെ അതും പിശാചാണ്. ആ പിശാച് ഒരു പരീക്ഷണാർത്ഥം അത് ചെയ്യുന്നതാണ്. അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്താൽ അത് സ്ഥിരമായി ആ ശരീരത്തിൽ നിൽക്കുകയും വിട്ടുപോകാതെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റേതായ ഓതലുകളും അതിൻ്റേതായ അമലുകളും ചെയ്ത് അതിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ
അതൊരിക്കലും ശല്യം ചെയ്യുകയില്ല എന്നതാണ്. ഏറ്റവും പ്രധാനം ഈ റുഹാനിയുടെ ശല്യം, അല്ലെങ്കിൽ ഈ ആത്മാക്കളുടെ ശല്യം എന്ന് പറഞ്ഞാൽ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ റൂഹുകളല്ല, ഈ മനുഷ്യനോടൊപ്പം ഉണ്ടായിരുന്ന കരീനായ ശൈത്താനാണ്. ഒരു മനുഷ്യനെ അള്ളാഹു പടയ്ക്കുമ്പോൾ ഒരു മലക്കിനെയും ഒരു ശൈത്താനെയും കൂടെ പടയ്ക്കും. മരണത്തോടുകൂടെ ആ മലക്കുകളോട് ചേരും. ഈ പിശാച് കുറച്ചു കാലം ഇവിടെ തന്നെ ഉണ്ടാവും. ഇവരുമായി ചുറ്റിപ്പറ്റിയുള്ള ആളുകളും സ്ഥലങ്ങളും വസ്തുക്കളും ഒക്കെയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഏതെങ്കിലും ശരീരത്തിൽ കയറിയിട്ട് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞു എന്ന് വരാം. അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്താൽ അത് പിന്നെ തുടർച്ചയായിട്ടത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ ഭയപ്പെടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, ഭയപ്പെടരുത്. രണ്ട്, അതിനെ ഖുർആനോദി പിശാചാണ് ശൈത്താനാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടെ അതിനെ പുറത്താക്കാനുള്ള മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നതാണ്. അല്ലാതെ അതിന്ന ആളാണ് എന്ന് വിശ്വസിച്ചാൽ ആ പിശാചിൻ്റെ കുതന്ത്രത്തിൽ നമ്മൾ വീണു എന്ന് മനസ്സിലാക്കിയാൽ അത് പെട്ടെന്ന് പോവില്ല. പിന്നെ അത് അടിക്കടി ശല്യം തന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ആ ശരീരത്തിൽ അപ്പോഴപ്പോഴായി കയറിക്കൊണ്ടേയിരിക്കും. ആ ഒരു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ആർക്കാണോ അത് നേരിടുന്നത് ആ ഒരു വ്യക്തിക്ക് അതിൽ നിന്നും മോചനം പെട്ടെന്ന് സാധ്യമല്ല. കുറേ നാളുകൾ വേണ്ടി വന്നു എന്ന് വരും. കാരണം പിശാചിന് കബളിപ്പിക്കലാണ്. ആ കബളിപ്പിക്കലിൽ വീണു കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു പിശാച് ഒരു ശരീരത്തിൽ കയറുന്നത് തന്നെ നോക്കിയാൽ കാണാം, ആ ഒരു പിശാച് അതിന് പറ്റിയ ശരീരത്തിലേ കയറുകയുള്ളൂ. കൂടുതലും ഭയപ്പാടും പേടിയും ഒക്കെയുള്ള, ഒരു ചെറിയ ഒരു കാര്യം വന്നാലും പെട്ടെന്ന് പേടിക്കുന്ന, ഹൃദയത്തിന് വലിയ ഉറപ്പില്ലാത്ത ആളുകളിലാണ് പിശാച് ഇത്തരം വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ, ഭയം ആണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം. ആ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് സൗകര്യമായി. അപ്പോൾ ഒന്നിലും ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിശാചിന് അടിസ്ഥാനപരമായി തന്നെ മനുഷ്യന്മാരെ ഭയമാണ്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാന ഭയത്തിൽ നിന്നും നേരെ ഓപ്പോസിറ്റായി നമ്മൾ തിരിച്ചു പിശാചിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണ്. അത്തരത്തിലുള്ളവർക്ക് റുഹാനിയുടെ ശല്യം, ഈ ഒരു പിശാചിൻ്റെ ശല്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മുടെ പേടിയാണ്. വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക. ഇതിലൊന്നും എന്തില്ല, നമ്മെ വീഴ്ത്താൻ കഴിയില്ല എന്ന ധൈര്യം മനസ്സിന് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അങ്ങനെയുള്ളവരിൽ പെട്ടെന്ന് ഈ ശല്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മാക്കൾ, റൂഹുകൾ ശരീരത്തിൽ എന്തായാലും കടക്കൂല. അത് കടക്കുന്നത് തന്നെ പിശാചുക്കളാണ്. ആ പിശാചുക്കളുടെ വലയിൽ വീഴാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതൊക്കെ എല്ലാ മഹാന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതുമാണ്. ഇൻഷാ അല്ലാഹ്.